ആലപ്പുഴയിൽ 60-കാരിയെ സഹോദരൻ കൊലപ്പെടുത്തി കുഴിച്ചുമൂടി. പൂങ്കാവ് സ്വദേശി റോസമ്മയാണ് സഹോദരൻ ബെന്നി ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. റോസമ്മ രണ്ടാം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതിലെ എതിർപ്പാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. കൂടാതെ റോസമ്മയുടെ സ്വർണം കാണാനില്ലെന്ന് മകൻ ജോമോൻ പറഞ്ഞു. പൂങ്കാവ് പള്ളിക്ക് സമീപമുള്ള ഇളയ മകൻ ജോമോനൊപ്പമായിരുന്നു റോസമ്മ താമസിച്ചിരുന്നത്. വീടിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു സഹോദരൻ ബെന്നിയുടെയും വീട്. കഴിഞ്ഞ 18-ാം തീയതി മുതൽ റോസമ്മയെ കാണാതായി. ഹോം നഴ്സായി ജോലി നോക്കിയിരുന്ന റോസമ്മ ഇടയ്ക്ക് മറ്റേതെങ്കിലും വീട്ടിൽ രാത്രി തങ്ങാറുണ്ടായിരുന്നതുകൊണ്ട് ആദ്യം പോലീസിൽ പരാതി നൽകിയില്ല. അമ്മ മടങ്ങി വരാതായതോടെ ബെന്നി 20-ാം തീയതി രാവിലെ പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം തുടങ്ങുന്ന ഘട്ടത്തിലാണ് സഹോദരൻ ബെന്നി താൻ റോസമ്മയെ കൊലപ്പെടുത്തിയ വിവരം ബന്ധുവിനോട് വെളിപ്പെടുത്തിയത്. ആൻറ്റി വീട്ടു ജോലിക്ക് പോകുമായിരുന്നു മുമ്പ്. അപ്പോൾ അങ്ങനെ വീട്ടു ജോലിക്ക് പോയിട്ട് മുമ്പ് പോയിട്ടുള്ളൊരു വീട്ടിലെ ചേച്ചി ആയിട്ട് നല്ല കൂട്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരത്തിയാണ് എന്നെ ഇന്നലെ വൈകിട്ട് വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ ആൻറ്റിയുടെ ഫോൺ 3 ദിവസമായിട്ട് സ്വിച്ച് ഓഫ് ആണ്, വിളിച്ചിട്ട് കിട്ടുന്നില്ല. പുള്ളിക്കാരത്തിക്ക് ഇപ്പോൾ 60 വയസ്സെടുത്തായി. ഇപ്പോൾ 2 ആമക്കളുണ്ട്. പക്ഷേ അവരൊന്നും തിരക്കത്തൊന്നും ഇല്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരത്തി തന്നെ ഏതൊരു ബ്രോക്കറുടെ കയ്യിൽ പറഞ്ഞ് 2ാമത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാമൊക്കെ സെറ്റാക്കിയായിരുന്നു. അപ്പം ഞങ്ങളോട് പറഞ്ഞു മോതിരം വാങ്ങിച്ചിട്ടുണ്ട്, താലി വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മെയ് 1-ാം തീയതി കല്യാണം നടത്തുമെന്ന് പറഞ്ഞ് എന്നോട് ചൊവ്വാഴ്ച വിളിച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ 1-ാം തീയതി കല്യാണം നടക്കുന്നുള്ള വിശ്വാസത്തിലിരിക്കുന്നത്. ഇന്നലെയും കാണാതെ പോകുമ്പോഴും എൻ്റെ വിശ്വാസം ഒന്നെങ്കിൽ അവരെ രജിസ്റ്റർ ചെയ്യാനായിട്ട് പോയിട്ടുള്ളതായിരിക്കും എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ ഇന്ന് രാവിലെ വെച്ചിട്ടിപ്പം വന്ന് പറയുമ്പോഴത്തേക്കുമാണ് ഞാൻ അറിയുന്നത്. ബന്ധുക്കൾ രാവിലെ ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയായിരുന്നു. ബെന്നിയെ ആലപ്പുഴ നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയ റോസമ്മയ്ക്ക് പുനർവിവാഹം വേണമെന്ന തീരുമാനമാണ് കൊലപ്പെടുത്താൻ കാരണമായതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. ചുറ്റികയ്ക്ക് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം വീടിന്റെ പിന്നിലായി കുഴിയെടുത്ത് റോസമ്മയെ കുഴിച്ചുമൂടിയെന്നും പ്രതി പോലീസിനോട് സമ്മതിച്ചു. ബെന്നിയുടെ വീടിന്റെ പിന്നിൽ കുഴിയെടുത്ത ഭാഗവും പോലീസ് കണ്ടെത്തി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തി പുറത്തെടുത്തു. മൃതദേഹം റോസമ്മയുടേതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. റോസമ്മയുടെ കൈവശമുണ്ടായിരുന്ന സ്വർണം പണയം വയ്ക്കാൻ ബെന്നി ആവശ്യപ്പെട്ടിരുന്നതായും ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നതായും സ്വർണം ഇപ്പോൾ കാണാനില്ലെന്നും മകൻ ജോമോൻ പറഞ്ഞു. ഇവിടെ ഞാൻ വന്നപ്പം ഇന്നറിഞ്ഞത് അവര് തമ്മിൽ വ്യാഴാഴ്ച എന്തോ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വാക്കുതർക്കം ഉണ്ടായെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. ചിറ്റപ്പൻ സ്വർണം പണയം വെക്കാൻ വേണ്ടി ചോദിച്ചെന്നറിഞ്ഞു. അത് അമ്മച്ചി കൊടുക്കത്തില്ല. ഇല്ല, ഞങ്ങൾ ഈ ജോലിക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നത്. എവിടെയോ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരിക്കണത്. അങ്ങനെയാണ് വിളിച്ചത് സ്വിച്ച് ഓഫ് ആണ്, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെയാണ് സുജ പറഞ്ഞത് കംപ്ലൈന്റ് കൊടുക്കാം എന്ന് പറഞ്ഞത്. പ്രതി നൽകിയ മൊഴിയിൽ കൊലപാതക കാരണം പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. ആലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യും. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ എന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അറിയിച്ചു. ജനം, ആലപ്പുഴ.